പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിൻ അഗ്നി നിറച്ചിടണേ. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. അഭിഷേകാഗ്നിയുടെ എല്ലാ പ്രേക്ഷകർക്കും രക്ഷിതാവും കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ കൃപയും സമാധാനവും. ഹല്ലേലൂയ. 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 എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നിങ്ങൾ ഒത്തിരി പേര് ബിനോയിച്ചനല്ലല്ലോ, ബിനോയിച്ചനാണോ എന്നൊക്കെ നോക്കുന്നുണ്ട്. ഇന്ന് ബിനോയിച്ചന് ചെറിയൊരു തടസ്സം വന്നിരിക്കുകയാണ്. പക്ഷേ എനിക്ക് ദൈവം അതിനുള്ള സമയം ദൈവം ക്രമീകരിച്ച് തന്നിട്ടുണ്ട്. ഞാൻ നിങ്ങളോടൊപ്പം ദൈവത്തെ സ്തുതിക്കുകയാണ്. ഒരുപാട് നാളുകളായി നിങ്ങളോടൊപ്പം ദൈവത്തെ സ്തുതിക്കാനും ദൈവത്തെ ആരാധിക്കാനും തടസ്സം വന്ന് അതെനിക്ക് എത്താൻ സാധിച്ചിരുന്നില്ല. സമയത്തിൻ്റെ കുറവ് നിമിത്തം ദൈവമാണ് എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ച് തരുന്നത്. സുഭാഷിതങ്ങളുടെ പുസ്തകം 19-ാം അധ്യായത്തിൽ 21-ാം തിരുലിഖിതം, മനുഷ്യൻ പലതും ആലോചിച്ച് വെക്കുന്നു, നടപ്പിൽ വരുന്നത് കർത്താവിൻ്റെ തീരുമാനമാണ്. അപ്പം അതുകൊണ്ട് ഓരോ കാര്യങ്ങളും നടക്കുമ്പോൾ അത് ദൈവത്തിൻ്റെ ദയയാണ്. ദൈവത്തിൻ്റെ ദയ കൊണ്ടാണ് നമുക്ക് വചനം പ്രഘോഷിക്കാൻ സാധിക്കുന്നത്. ദൈവത്തിൻ്റെ ദയ കൊണ്ടാണ് വചനം കേൾക്കാൻ സാധിക്കുന്നത്. ദൈവത്തിൻ്റെ ദയയാണ് നമ്മളെല്ലാവരും ഒരുമിച്ച് കൂട്ടുന്നത്. റോമാലേഖനത്തിൽ 9-ാം അധ്യായത്തിൽ 16-ാം തിരുലിഖിതവും ഈ ഒരു വസ്തുത ദൈവമക്കളെ പഠിപ്പിക്കുന്നുണ്ട്. മനുഷ്യൻ്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല, ദൈവത്തിൻ്റെ ദയയാണ് എല്ലാറ്റിൻ്റെയും അടിസ്ഥാനം. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ഇന്ന് ദൈവം ദയ തോന്നി നമ്മൾ ഒരുമിച്ച് കൂട്ടിയിരിക്കുകയാണ്. നമുക്ക് കർത്താവിന് ഒത്തിരി നന്ദി പറയാം. എല്ലാ കുട്ടികളെയും ഞാൻ പ്രത്യേക അഭിവാദനം ചെയ്യുകയാണ്. യുവജനങ്ങളെ പ്രത്യേക അഭിവാദനം ചെയ്യുന്നു. പാരൻസ്, മാതാപിതാക്കന്മാർ എല്ലാവരും ഞാൻ അഭിവാദനം ചെയ്യണം. പ്രായമുള്ള ഒത്തിരി അമ്മച്ചിമാർ, പ്രായമുള്ള ഒരുപാട് അപ്പച്ചന്മാർ സ്നേഹത്തോടെ ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. എല്ലാവരെയും ഓരോരുത്തരെയും ഞാൻ ഈശോയുടെ നാമത്തിൽ അഭിവാദനം ചെയ്യുകയാണ്. ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് ഒത്തിരി പേര് പ്രാർത്ഥിക്കുന്നുണ്ട്, എനിക്കറിയാം. സിസ്റ്റേഴ്സിനെയും അതുപോലെ പ്രിയപ്പെട്ട വൈദിക വിദ്യാർത്ഥികൾ, അതുപോലെ ഒരുപാട് കുടുംബങ്ങൾ, യുവാക്കന്മാർ, ഒരുപാട് പേര് ശനിയാഴ്ചകളിൽ ഉപവാസം എടുത്ത് ഈ അഭിഷേക ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. നിങ്ങൾ ഓരോരുത്തരെയും അച്ഛൻ്റെ മനസ്സിൽ ഓർക്കുന്നുണ്ട്. ഇന്ന് നമുക്ക് ഒരുമിച്ച് ഈ ശുശ്രൂഷയിൽ കർത്താവിനെ ആരാധിക്കാം. ദൈവത്തിൻ്റെ വചനമാണ് അഭിഷേകാഗ്നിയുടെ സമയത്ത് കർത്താവ് അയക്കുന്നത്. ഈ വചനം അയക്കുന്ന സമയത്ത് പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ 42-ാം അധ്യായത്തിൽ 15-ാമത്തെ വാക്യത്തിൽ 2-ാമത്തെ ഭാഗത്ത് പറയണത് പോലെ കർത്താവ് തൻ്റെ വചനം അയച്ച് അവിടുത്തെ പ്രവൃത്തികൾ നിർവഹിക്കുന്നു. കർത്താവിൻ്റെ പ്രവൃത്തികൾ വചനം വഴി നിർവഹിക്കപ്പെടുന്നു. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഓരോ വചന ശുശ്രൂഷയിലും ദൈവം തൻ്റെ വചനത്താൽ അത്ഭുതങ്ങൾ വർഷിക്കുകയാണ്. ഒരു കുടുംബം, ഒരു വ്യക്തി അട്ടപ്പാടിയിൽ ധ്യാനം കൂടിയ സമയത്ത് അവർ അഭിഷേകത്തെ പ്രാർത്ഥിച്ചപ്പോൾ ഉണ്ടായ അത്ഭുതം സാക്ഷ്യപ്പെടുത്തിയത് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ കൊണ്ടുവരികയാണ്. എൻ്റെ പേര് മോളി. ഞാൻ പാലാരൂപത മുട്ടം സിരിഗിരി ചർച്ച് ഇടവാംഗമാണ്. എനിക്ക് 2012-2013 കാലഘട്ടമായപ്പോഴത്തേനും എൻ്റെ മുടി അമിതമായിട്ട് കൊഴിഞ്ഞു വീഴാൻ തുടങ്ങി. അങ്ങനെ തുടർന്ന് പരിശോധന നടത്തിയപ്പോൾ എനിക്ക് HB വളരെ കുറവാണെന്ന് കണ്ടു. അതിന് മരുന്നൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ 2019 ആയപ്പോഴത്തേനും യൂട്രസിനകത്ത് ഫൈബ്രോയിഡ് ഉണ്ടെന്ന് കണ്ടെത്തി. അങ്ങനെ എനിക്കൊരു ഓപ്പറേഷൻ ചെയ്യേണ്ടതായിട്ട് വന്നു. അപ്പോഴേക്കും എൻ്റെ മുടി മൊത്തമായിട്ടും കൊഴിഞ്ഞ് ഈ കൈയുടെ ചെറുവിരലിൻ്റെ അത്രയും വണ്ണവും നീളവുമായി തീർന്നു. ഞാനൊരു നേഴ്സാണ്. ഞാൻ ഡ്യൂട്ടി സ്ഥലത്ത് ചെല്ലുമ്പോൾ എൻ്റെ മുടി ക്ലിപ്പ് ബുഷ് എന്തിട്ട് കെട്ടി വെച്ചാൽ അത് ഊരി ചാടി പോകുമായിരുന്നു. അത്രയും വിരലിലെണ്ണാവുന്ന പോലെ അത്ര മുടി മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എനിക്ക് 46 വയസ്സുണ്ടായിരുന്നു അന്ന്. അപ്പം ഞാൻ വിചാരിച്ചു ഇത്രയും പ്രായമൊക്കെ ആയില്ല, ഇനി എനിക്ക് മുടിയൊന്നും ഉണ്ടാവില്ലായിരിക്കും എന്ന് വിചാരിച്ച് അങ്ങനെ ഇരുന്നു. പിന്നെ ഒരു വർഷം കൂടി കഴിഞ്ഞു പോയി. ഞങ്ങൾ വീട്ടുകാരെല്ലാവരും ഒന്നിച്ചിരുന്ന് എല്ലാ ഞായറാഴ്ച അഭിഷേകാഗ്നി കാണുമായിരുന്നു. 2020 മെയ് മാസം ഏറ്റവും അവസാനത്തെ ഞായറാഴ്ച അഭിഷേകാഗ്നി പ്രോഗ്രാം ഓൺ ചെയ്യുമ്പോൾ തന്നെ ഒരു സാക്ഷ്യമായിരുന്നു ആദ്യം കണ്ടത്. ഒരു 30 വയസ്സിനോടടുത്ത് പ്രായമുള്ള ഒരു ചെറുപ്പക്കാരൻ്റെ താടിയും മുടിയും എല്ലാം കംപ്ലീറ്റ് കൊഴിഞ്ഞു പോയിട്ട് ഇവിടെ അട്ടപ്പാടി സെയ്യാൻ കുരിശുമലയിൽ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് താടിയും മുടിയും ഉണ്ടായെന്ന് പറഞ്ഞൊരു സാക്ഷ്യമായിരുന്നു. എനിക്ക് പെട്ടെന്ന് അന്നേരം ഒരു പ്രചോദനം ലഭിച്ചതനുസരിച്ച് ഞാൻ കരഞ്ഞുകൊണ്ട് എൻ്റെ തലയിൽ ഇങ്ങനെ ഒരു കുരിശ് വരച്ചുകൊണ്ട് പറഞ്ഞു, എൻ്റെ ഈശോയെ എനിക്കും വേണം തലമുടി എന്ന് പറഞ്ഞ് ഞാൻ ഇങ്ങനെ ഒരു അടയാളം കാണിച്ചു, എനിക്ക് ഇത്ര മുടി വേണം എന്ന് പറഞ്ഞു.
ഞാൻ പിറ്റേ ദിവസം രാവിലെ ഡ്യൂട്ടിക്ക് പോകുന്നതിന് മുമ്പായിട്ട് കുളിക്കാൻ വേണ്ടി പെട്ടെന്ന് മുടിയൊക്കെ ഇങ്ങനെ നിവർത്തിയെടുത്ത് കഴിഞ്ഞപ്പോഴത്തേനും എൻ്റെ മുടിക്ക് അല്പം നീളം കൂടിയതും മുടിക്ക് ഉള്ളു വെച്ചതുമായിട്ട് പെട്ടെന്ന് എനിക്ക് മനസ്സിലായി. അതേ തുടർന്ന് മുടി നല്ല കരുത്തോടെ വളർന്നു വരാൻ തുടങ്ങി. ഇപ്പോൾ കൃത്യം 2 വർഷമായി. ഇപ്പം എനിക്ക് 50 വയസ്സ് പ്രായമുണ്ട്. ഇപ്പോഴും മുടി നന്നായിട്ട് വളർന്നുകൊണ്ടിരിക്കുന്നു. യേശുവിൻ്റെ മഹത്വത്തിനായിട്ട് ഞാൻ സാക്ഷ്യപ്പെടുന്നു. പനങ്കുല പോലത്തെ മുളിയും എടുത്ത് ഹല്ലേലൂയ. അല്ല ചേച്ചി നമ്മൾ കാണിക്കാൻ വേണ്ടി കൈ താത്തിയിട്ട് ഉണ്ടോ ഹല്ലേലൂയ. ഹസ്ബൻഡ് എന്നോട് വെപ്പുകൂടി മേടിച്ചു തരാമെന്ന് വരെ പറഞ്ഞാണ്. തലയെ കൈ വെച്ച് ഇങ്ങനെ ഒറ്റ പ്രാർത്ഥനയാണ് അല്ലേ? അതെങ്ങനെ പ്രാർത്ഥിച്ചത്? തല ഇങ്ങനെ കൈ വെച്ച് കുരിശൊലിച്ചിട്ട് പറഞ്ഞു, എൻ്റെ ഈശോയെ എനിക്കും വേണം തലമുടി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അടയാളം കാണിച്ചു. ഇതാണ് നിഷ്കളങ്കമായി ഞാൻ അന്നും പറഞ്ഞു, നിഷ്കളങ്ക എൻ്റെ ഈശോയെ എനിക്കും വേണം തലമുടി, ഒറ്റ പ്രാർത്ഥന അല്ലേ? എന്നിട്ടോ പിറ്റേ ദിവസം തന്നെ വളരെ അത്ഭുതകരമായിട്ട് മുടിയുടെ നീളം, ഒരു ദിവസം രാത്രി ഉറക്കെ എഴുന്നേറ്റപ്പോഴത്തേക്ക് തലമുടി മുടി ശരിക്കും നല്ല ഉള്ളു വെച്ച മുടി അല്പം നീണ്ടത് എനിക്ക് കൃത്യം മനസ്സിലായി. എന്തായാലും വേണമെന്ന് പറഞ്ഞു. ഇത്രയല്ലേ? ഇത്ര അവിടെ വരെ എത്തി. ഇപ്പോഴും വളർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കർത്താവ് അങ്ങ് അനുഗ്രഹിച്ചു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വളരെ സന്തോഷത്തിൻ്റെ ഒരു അനുഭവമാണ് ആ കുടുംബം പങ്കുവച്ചത്. അവർക്ക് വലിയ വിഷമവും അവർക്ക് പേഴ്സണലായിട്ട് വളരെ ക്രൈസിസും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നൊരു വിഷയമായിരുന്നത്. എന്നാൽ ദൈവവചനം കേട്ടപ്പോൾ കർത്താവിൻ്റെ സന്നിധിയിൽ അവരുടെ ഹൃദയത്തിൻ്റെ വേദന പറഞ്ഞു. എനിക്കിന്ന ദുഃഖമുണ്ട്, എനിക്കിന്ന പ്രയാസമുണ്ട്, എനിക്ക് ഇത്രയും മുടി വേണം, എൻ്റെ കർത്താവിനെ അനുഗ്രഹിക്കണം. കർത്താവിന് കഴിയാത്തതായി എന്തെങ്കിലും ഉണ്ടോ? മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. എൻ്റെ കർത്താവെ എന്നെ സഹായിക്കണം. ഇന്ന് ഈ ശുശ്രൂഷ കൂടുമ്പം ഒരുപാട് വിഷമിച്ചിരിക്കുന്നവരുണ്ട്, ചികിത്സിച്ചിട്ട് സൗഖ്യം കിട്ടാത്തവരുണ്ട്, പല കാര്യങ്ങളും ഹെൽപ്ലെസ്സായി നിൽക്കുന്നവരുണ്ട്, സാമ്പത്തിക ഞെരുക്കത്തിൽ വലിയ ക്രൈസിസ് ഇരിക്കുന്നവരുണ്ട്. എന്താണ് യേശയ്യായുടെ പുസ്തകത്തിൽ 35-ാം അധ്യായം 4 തൊട്ട് 7 വരെ വാക്യങ്ങൾ പറയുന്നത്? ദൈവമായ കർത്താവിൻ്റെ വചനം പ്രഘോഷിക്കപ്പെടുന്ന സ്ഥലത്ത് ദൈവമായ കർത്താവിൻ്റെ അത്ഭുതകരമായ സാന്നിധ്യം ഉണ്ടാകുന്നു. ഭയപ്പെട്ടിരിക്കുന്നവരോട് പറയുവൻ, ഭയപ്പെടേണ്ട, ധൈര്യം അവലംബിക്കുവൻ, ഇതാ നിങ്ങളുടെ ദൈവം വരുന്നു, ദൈവത്തിൻ്റെ പ്രതിഫലമായി വന്ന് അവിടെ നിന്ന് നിങ്ങളെ രക്ഷിക്കും. അപ്പോൾ അന്ധരുടെ കണ്ണുകൾ തുറക്കപ്പെടും, ബധിരരുടെ ചെവി ഇനി അടഞ്ഞിരിക്കുകയില്ല. അപ്പോൾ മുടന്തൻ മാനിനെ പോലെ കുതിച്ചു ചാടും, മൂകൻ്റെ നാവ് സന്തോഷത്തിൻ്റെ ഗാനം ഉതിർക്കും. വരണ്ട ഭൂമിയിൽ ഉറവകൾ പൊട്ടിപ്പുറപ്പെടും, മരുഭൂമിയിൽ നദികൾ ഒഴുകും, ചുട്ടുതമിച്ച മണലാരണ്യം ജലാശയമായി മാറും, ദാഹിച്ചിരുന്ന ഭൂമി അരുവികളായി മാറും എന്ന് പറഞ്ഞാൽ വളരെ വലിയ അത്ഭുതങ്ങൾ നടക്കുന്ന സമയമാണ്. ജീവിക്കുന്ന ദൈവത്തിൻ്റെ വചനം, സജീവ ദൈവത്തിൻ്റെ വചനം പ്രഘോഷിക്കപ്പെടുന്ന സമയം. എല്ലാവരും എഴുന്നേറ്റ് തന്നെ ഇവരിവിടെ പ്ലീസ് സ്റ്റാൻഡപ്പ്. നമുക്ക് ഒരുമിച്ച് കർത്താവിനെ കുറച്ച് നേരം സ്തുതിക്കാം. സന്തോഷത്തോടെ നമുക്ക് കർത്താവിനെ ആരാധിക്കാം. ഇത് വലിയ കൃപയുടെയും അത്ഭുതത്തിൻ്റെയും ദൈവിക ഇടപെടലിൻ്റെയും അഭിഷേകം നിറയുന്നതിൻ്റെയൊക്കെ സമയമാണ്. ശക്തമായ ഡെലിവറൻസ് നടക്കുന്ന സമയമാണ്. കരങ്ങൾ ഉയർത്തുക. എത്ര ഉച്ചത്തിൽ സ്തുതിക്കാമോ അത്രയും ഉച്ചത്തിൽ. കുടുംബം ഒന്നിച്ച് സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ, ഈ സമയം അങ്ങയുടെ അത്ഭുതങ്ങൾ നടക്കട്ടെ കർത്താവേ. ആരാധന, 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 ആരാധന. ഉച്ചത്തിൽ സ്തുതിക്കുന്നു. Glory, glory. Power, power. കൈയടിച്ച് തുള്ളിച്ചാടി എല്ലാ ദൈവമക്കളും ആനന്ദിച്ച് വലിയ സ്വാതന്ത്ര്യത്തോടെ കുടുംബം ഒന്നിച്ച് ദൈവത്തെ ആരാധിക്കുകയാണ്. കുടുംബം ദൈവത്തെ ആരാധിക്കുന്ന ഒരു കേന്ദ്രമായി മാറട്ടെ. ദൈവമേ, ഈ സമയം ഇറങ്ങി വരണമേ. ഓരോ രോഗികളിലും, ഓരോ കുടുംബങ്ങളിലും, ഓരോ മക്കളിലും, കണ്ണുനീരിൻ്റെ വേദനയിൽ കടന്നു പോകുന്ന മക്കളിൽ ഇപ്പോൾ അത്ഭുതങ്ങൾ വർഷിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, ആരാധന. കരമടിച്ച് സന്തോഷിച്ച് കരങ്ങൾ ഉയർത്തി കൈയടിച്ച് നന്നായി കൈ ഉയർത്തി, നന്നായി കൈയടിച്ച് ഹല്ലേലൂയ. ആരാധന, ആരാധന. കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ സ്തുതിക്കുന്നു. ദൈവത്തിന്റെ അത്യുന്നത ശക്തി
പരിശുദ്ധാത്മാവേ ഞങ്ങളോട് ദയ തോന്നണമേ. ക്ഷീണിതർ, ദുഃഖിതർ, പാപബന്ധനങ്ങൾ ഇരിക്കുന്നവർ, പഴക്കദോഷത്തിൽ ബന്ധിക്കപ്പെട്ട് കിടക്കുന്നവർ, ഓരോ തരത്തിൽ അന്ധകാര പീഡയിരിക്കുന്നവർ, നിരാശയിൽപ്പെട്ടിരിക്കുന്നവർ, ആത്മഹത്യാ ചിന്തയാൽ ഭാരപ്പെടുന്നവർ, ജീവിതത്തിലെല്ലാം നഷ്ടപ്പെട്ട് സങ്കടത്തിയിരിക്കുന്നവർ, വിഷാദത്തിൽ നിറഞ്ഞിരിക്കുന്നവർ, രോഗികളായിരിക്കുന്നവർ, പഠിക്കാൻ പറ്റാത്തവർ, മുന്നോട്ട് പോകാൻ നിവൃത്തിയില്ലാത്തവർ, സാമ്പത്തികമായി തകർന്നവർ, എല്ലാ കുടുംബങ്ങളുടെ മേലും പിതാവെ കരം നീട്ടണമേ. യേശുവിന്റെ നാമത്തിൽ വൻ കാര്യങ്ങൾ സംഭവിക്കട്ടെ. ആരാധന 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 ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആരാധന 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 ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ ഹല്ലേലൂയ. എല്ലാവരും ഇരിക്കുക. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയമാണ് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 6-ാം അധ്യായം 12-13 തിരുലിഖിതങ്ങൾ. വിശുദ്ധ ലൂക്ക, സെയിന്റ് ലൂക്ക് ചാപ്റ്റർ 6 വേഴ്സസ് 12 and 13. ആ ദിവസങ്ങളിൽ അവൻ പ്രാർത്ഥിക്കാനായി ഒരു മലയിലേക്ക് പോയി. അവിടെ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് രാത്രി മുഴുവൻ ചെലവഴിച്ചു. അവിടെ അവൻ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് രാത്രി മുഴുവൻ ചെലവഴിച്ചു. ഇതാണ് ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. അവിടെ അവൻ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് രാത്രി മുഴുവൻ ചെലവഴിച്ചു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യേശു ദൈവപുത്രനാണ്. യേശു പറഞ്ഞു, എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു, ഞാനും പിതാവ് ഒന്നാണ്. ഈശോയുടെ മാമോദീസ വേളയിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു. പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവനായവൻ മരുഭൂമിയിലേക്ക് പോയി എന്ന് വചനം രേഖപ്പെടുത്തുന്നു. യേശുവിനടുത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞു നിൽക്കുകയാണ്. യേശു ജനിച്ചത് തന്നെ പരിശുദ്ധാത്മാവിൻ്റെ നിറവിലാണ്. അപ്പോൾ പിതാവും പരിശുദ്ധാത്മാവും എപ്പോഴും യേശുവിൻ്റെ കൂടെയുണ്ട്. ഈശോ വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൽ 8-ാം അധ്യായത്തിൽ 29-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, അവിടുന്ന് എന്നെ തനിയെ വിട്ടിരിക്കുകയല്ല, എപ്പോഴും എന്നെ അയച്ചവൻ എന്നോട് കൂടെയുണ്ട്. ഇത് ഈശോയുടെ ഒരു അനുഭവമാണ്. എൻ്റെ പ്രിയപ്പെട്ട ഇത്രയും ദൈവം നിറഞ്ഞു നിൽക്കുന്ന, ഇത്രയും ഒന്നായിരിക്കുന്ന, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒന്നായി നടക്കുന്ന, അത്രയും ദൈവ ഐക്യത്തിലിരിക്കുന്ന യേശുവിൻ്റെ ജീവിതത്തിൽ യേശു ചെയ്ത ഒരു രീതി, ഒരു കാര്യം ഈ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ 6-ാം അധ്യായത്തിൽ 12-13 വാക്യങ്ങൾ വായിക്കുന്നത് എങ്ങനെയാണ്? ആ ദിവസങ്ങളിൽ അവൻ പ്രാർത്ഥിക്കാനായി ഒരു മലയിലേക്ക് പോയി. പ്രാർത്ഥിക്കാൻ പോകണം, പ്രാർത്ഥിക്കാൻ വേണ്ടി ദിവസങ്ങൾ മാറ്റിവെക്കണം, പ്രാർത്ഥിക്കാൻ വേണ്ടി മണിക്കൂറുകൾ മാറ്റിവെക്കണം. ഒരു അരമണിക്കൂർ 10 മിനിറ്റൊക്കെ പ്രാർത്ഥിക്കാൻ പോലും നമുക്ക് പറ്റുന്നില്ല. എന്നാൽ ദൈവത്തോട് ഇത്രയും ഐക്യത്തിരുന്ന ഈശോയ്ക്ക് മണിക്കൂറുകൾ പ്രാർത്ഥിച്ചിട്ടും തികയാത്തത് കൊണ്ട് രാത്രി മുഴുവൻ അവൻ പിതാവിനോട് സംസാരിച്ചു കൊണ്ടിരുന്നു. എന്താ പറയണത്? ലൂക്ക 6:12-13 അവിടെ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് രാത്രി മുഴുവൻ ചെലവഴിച്ചു. ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് രാത്രി മുഴുവൻ ഈശോ ഇരിക്കുകയാണ്, ഉറങ്ങണില്ല. ഉറങ്ങാതെ ഈശോ രാത്രി മുഴുവൻ പിതാവിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കൊന്നും സംസാരിക്കാനില്ല, നമുക്കൊരു അരമണിക്കൂർ പോലും മാറ്റിവെക്കാൻ പറ്റുന്നില്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഈശോ നമ്മളെ കുറ്റപ്പെടുത്തുന്നില്ല, പക്ഷെ നമ്മൾ ചിന്തിക്കണം. ഈശോ മണിക്കൂറുകൾ പ്രാർത്ഥിച്ചിട്ട് പോരാ, രാത്രി മുഴുവൻ ഉറങ്ങാതിരുന്ന് പ്രാർത്ഥിക്കുകയാണ്. ആ പ്രാർത്ഥനയുടെ പേരാണ് രാത്രി പ്രാർത്ഥന, നിശാ പ്രാർത്ഥന, ജാഗരണ പ്രാർത്ഥന. അങ്ങനെ പ്രത്യേകം പ്രാർത്ഥിക്കുന്നവർക്ക് ഈശോ ചില കൃപകൾ മാറ്റിവെച്ചിട്ടുണ്ട്. അത് ഈശോ തന്നെ പറയുന്നത്. ഈശോ ആവശ്യപ്പെടുന്നുണ്ട്, നിങ്ങൾ രാത്രിയിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി വരണം. ഇതൊരു പുസ്തകം ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താം. ഈ പുസ്തകത്തിൻ്റെ പേരാണ് ഇൻ സിനു ജേസു.
ഇൻ സിനു ജേസു. ഓക്കെ, ഈ പുസ്തകം നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഒത്തിരി വൈദികർക്ക് ഇത് കിട്ടിയിട്ടുണ്ട്, ഒത്തിരി സിസ്റ്റേഴ്സ് ഇത് വായിക്കുന്നുണ്ട്. നിങ്ങൾക്കും ഇത് കിട്ടുന്നെങ്കിൽ എവിടെയെങ്കിലും കിട്ടുകയാണെങ്കിൽ ഒരു കോപ്പി വാങ്ങി വായിക്കണം. പൈസ കൊടുത്ത് വാങ്ങിച്ചില്ലെങ്കിൽ ആരെങ്കിലും കണ്ടാൽ അവർ ഒന്ന് വാങ്ങി വായിച്ചിട്ട് തിരിച്ചു കൊടുക്കാം. അങ്ങനെയൊക്കെ നിങ്ങൾക്ക് വാങ്ങി വായിക്കാം. ഉള്ളവർ അടുത്തവർക്ക് വായിക്കാൻ കൊടുക്കണം. ഇതൊരു നല്ല പുസ്തകമാണ്. ഈ ആരാധനയ്ക്ക് മുമ്പിലിരുന്ന് പ്രാർത്ഥിക്കുന്നതിനെ കുറിച്ചാണ്. ഈ പുസ്തകത്തിൽ ഇതാ ഒരു കാര്യം രേഖപ്പെടുത്തി, രാത്രിയിൽ പ്രാർത്ഥിക്കുന്നവർക്ക് പ്രത്യേക കൃപ. രാത്രിയിൽ പ്രാർത്ഥിക്കുന്നവർക്ക് പ്രത്യേക കൃപ. എന്താ പറയണത്? ഈശോ പറയുകയാണ്, രാത്രിയിൽ എൻ്റെ ദിവ്യകാരുണ്യ മുഖത്തിന് മുന്നിൽ ഉണർന്നിരിക്കുന്നവർക്കായി പ്രത്യേക കൃപകൾ മാറ്റിവെക്കപ്പെട്ടിട്ടുണ്ട്. പകൽ പ്രാർത്ഥിക്കുമ്പോൾ കിട്ടാത്ത കൃപകൾ രാത്രിയുടെ യാമങ്ങളിൽ പിതാവിൻ്റെ സന്നിധി ഇരിക്കുമ്പോൾ, രാത്രിയുടെ യാമങ്ങളിൽ ദിവ്യകാരുണ്യ ആരാധന മുമ്പിലിരിക്കുമ്പോൾ, രാത്രിയുടെ യാമങ്ങളിൽ മുറിയിലിരുന്ന് യേശു കുരിശ് രൂപത്തിന് മുമ്പിലിരുന്ന് യേശുവേ യേശുവേ എന്ന് വിളിച്ച് യേശുവിനെ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ദൈവമക്കളെ, രാത്രിയിൽ പ്രാർത്ഥിക്കുന്നവർക്കായി പ്രത്യേക കൃപകൾ മാറ്റിവെക്കപ്പെട്ടിട്ടുണ്ട്. ദൈവപുത്രനെ യേശുവിനത് അറിയാമായിരുന്നു. യേശു രാത്രി മുഴുവൻ പ്രാർത്ഥനയിൽ പല തവണ ചെലവഴിച്ചിട്ടുണ്ട്. രാത്രിയിൽ പ്രാർത്ഥിക്കുന്നവർ പിതാവിനോടുള്ള എൻ്റെ നിശാജാഗരണത്തെ അനുകരിക്കുന്നു. രാത്രിയുടെ നിശബ്ദതയിൽ എൻ്റെ പിതാവിനോട് സംസാരിച്ചുകൊണ്ട് ഉറങ്ങുന്ന ലോകത്തിൻ്റെ ആകുലതകളും സൃഷ്ടികളുടെ നെടുവീർപ്പുകളും എൻ്റെ പ്രാർത്ഥനയിൽ ഏറ്റെടുത്തുകൊണ്ട് എത്രയോ വട്ടം പിതൃസന്നിധിയിൽ ഉണർന്നിരുന്നിട്ടുണ്ട്. ഈശോ പറയുകയാണ്, ഞാൻ എത്രയോ വട്ടം എൻ്റെ പിതാവിൻ്റെ സന്നിധിയിൽ രാത്രി യാമങ്ങളിൽ സൃഷ്ടികളുടെ സർവ്വ നെടുവീർപ്പുകൾ സമർപ്പിച്ച് ലോകം മുഴുവനും വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ആത്മാക്കൾക്ക് മറ്റവസരങ്ങളിൽ ഞാൻ നൽകാത്ത ഒരു വ്യക്തതയും സമാധാനവും രാത്രി പ്രാർത്ഥനയിൽ നീ കണ്ടെത്തും. പകൽ പ്രാർത്ഥിക്കുമ്പോൾ, മറ്റവസരങ്ങളിൽ പ്രാർത്ഥിക്കുമ്പോൾ കണ്ടെത്താൻ പറ്റാത്ത ചില കൃപകൾ എനിക്ക് കിട്ടും. എന്താ ഒന്നുകൂടെ വായിച്ചു നോക്കിയേ, എന്താ പറഞ്ഞിരിക്കുന്നത്? മറ്റവസരങ്ങളിൽ ആത്മാക്കൾക്ക് ഞാൻ നൽകാത്ത ഒരു വ്യക്തതയും സമാധാനവും രാത്രി പ്രാർത്ഥനയിൽ നീ കണ്ടെത്തും. അടുത്തത്, ഇത് കണ്ടെത്തിയവർ രാത്രികളിൽ എൻ്റെ പക്കലേക്ക് മടങ്ങി വന്ന് ദിവ്യകാരുണ്യ ഹൃദയത്തോട് ചേർന്നിരിക്കാൻ ശ്രമിക്കുന്നു. എൻ്റെ ദിവ്യകാരുണ്യ മുഖത്തിൻ്റെ പ്രകാശം അവരെ പ്രശോഭിപ്പിക്കുന്നു. രാത്രിയാകെ അന്ധകാരമാണെങ്കിലും ആന്തരികമായി ദൈവകൃപ അവരെ പ്രകാശിപ്പിക്കും. വലിയൊരു ദൈവത്തിൻ്റെ ഇടപെടൽ കർത്താവ് അവർക്ക് കൊടുക്കും എന്ന് ഈ ഒരു പുസ്തകത്തിൽ ഈ ഈശോ പ്രത്യക്ഷപ്പെട്ട് ഈശോ ചില വെളിപ്പെടുത്തൽ കൊടുത്ത ആ ഒരു വൈദികന് അത് വെളിപ്പെടുത്തിയത് പുസ്തകമായിട്ട് ലഭിച്ചിരിക്കുന്നതാണ് ഇൻ സിനു ജേസു എന്നൊരു പുസ്തകം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതിനായിട്ട് ഈശോ വ്യക്തമായി വെളിപ്പെടുത്തുകയാണ്, രാത്രിയുടെ യാമങ്ങളിൽ പകലിൻ്റെ അധ്വാനം എല്ലാം കഴിഞ്ഞ് മുറിയുടെ വേഗാന്തതയിൽ മറ്റെല്ലാവരും ഉറങ്ങുമ്പോൾ, രാത്രി എല്ലാ മനുഷ്യരും കിടന്നുറങ്ങുമ്പോൾ യാമങ്ങളിൽ എഴുന്നേറ്റിരുന്ന് ഈശോയോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് സ്വർഗം ഒരുപാട് വിലമതിക്കുന്നുണ്ട്. അവർക്ക് പ്രത്യേക കൃപകൾ കർത്താവ് കൊടുക്കുമെന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാനൊരു സംഭവം ഓർമ്മിക്കുക, ഇത് സത്യമാണിത്. ഞാൻ ഓർക്കുന്നത് ഷേർലി മെൻഡസ് നിങ്ങളോട് നേരത്തെ പറഞ്ഞിരുന്ന ഒരു അനുഭവം തന്നെയാണ്. ബാംഗ്ലൂരിൽ നിന്ന് വന്ന് ഇവിടെ ഒരു അനുഭവം പറഞ്ഞു. അവർക്ക് എപ്പോൾ പ്രശ്നം വന്നാലും അവരെന്ത് ചെയ്യും? രാത്രിയിൽ ഈശോയുടെ സന്നിധിയിലേക്ക് ചെല്ലും. എൻ്റെ ദൈവമേ, എൻ്റെ കുടുംബത്തിൽ പ്രശ്നമുണ്ട്, എൻ്റെ ദൈവമേ, എൻ്റെ ജീവിതത്തിൽ പ്രശ്നമുണ്ട്, എൻ്റെ ദൈവമേ, എൻ്റെ മക്കൾക്ക് പ്രശ്നമുണ്ട്. അത് രാത്രിയിൽ യാമങ്ങളിൽ പിതാവിൻ്റെ സന്നിധിയിലും യേശുവിൻ്റെ സന്നിധിയിലും പരിശുദ്ധ ത്രിത്വത്തിന് മുമ്പിലും ഈ മകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആ അനുഭവം കൂടെ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. എൻ്റെ പേര് ഷേർലി മെൻഡസ്. ഞാൻ ബാംഗ്ലൂർ സെൻറ്റ് മേരീസ് ബസ്വാനഗർ ഇടവകയിൽ നിന്ന് വരുന്നതാണ്. ബാംഗ്ലൂരിൽ നിന്നാണ് സഹോദരി എത്തിയിരിക്കുന്നത്. ഞാനൊരു 6 മാസമായിട്ട് ഡെയിലി അഭിഷേകാഗ്നി കാണും. ഞായറാഴ്ച ഞങ്ങൾ കുടുംബസമേതം അഭിഷേകാഗ്നി കാണും യൂട്യൂബ് ചാനലിൽ. കഴിഞ്ഞ ഒരു 3 മാസത്തിന് മുമ്പ് ഞങ്ങൾക്ക് ഭയങ്കര സങ്കടമായ ഒരു കാര്യം ഞങ്ങളുടെ കുടുംബത്തിലുണ്ടായി. എൻ്റെ മോളുടെ കല്യാണം എല്ലാം നിശ്ചയിച്ചിരിക്കുന്നതാണ്. അപ്പോൾ പെട്ടെന്ന് അവൾക്ക് എപ്പോഴും ഗ്യാസ്ട്രിക്കിൻ്റെ ഒരു അസുഖം ഉണ്ടാവുമായിരുന്നു. അപ്പോൾ ഞാൻ വേഗം ഡോക്ടറെ കാണിച്ച് ഡോക്ടർ പറഞ്ഞു ഒരു സ്കാൻ എടുക്കാൻ പറഞ്ഞു. സ്കാൻ എടുത്തപ്പോൾ പറഞ്ഞു വേറെ കുഴപ്പങ്ങളൊന്നും കാണാനില്ല, പക്ഷേ ഓവറിയുടെ പുറത്തൊരു മുഴയുണ്ടെന്ന് പറഞ്ഞു. ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, അതൊരു ഗൈനക്കോളജിസ്റ്റിനെ കാണിക്കാൻ പറഞ്ഞു. അപ്പോൾ കുറേ ബ്ലഡ് ടെസ്റ്റൊക്കെ എഴുതി തന്നു. ബ്ലഡ് ടെസ്റ്റിന് പൈസ അടയ്ക്കാൻ ഞാൻ ലാബിൽ ചെന്നപ്പോൾ അത് ഭയങ്കര ഒരു എമൗണ്ട് ആയിരുന്നു. അപ്പോൾ ഞാൻ വേഗം ഗൂഗിളിൽ ചെയ്ത് നോക്കിയത് എന്തിനു വേണ്ടിയാണെന്ന് നോക്കിയപ്പോഴത്തേക്കും ഓവറിയൻ ക്യാൻസറിന് വേണ്ടിയുള്ള ഒരു ടെസ്റ്റായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിപ്പോയി. എൻ്റെ ദൈവമേ, എൻ്റെ മോള് ജീവിതം തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ, അപ്പോഴേക്കും ഇങ്ങനെ ഒരു കാര്യം വന്നല്ലോ. ഞാൻ ഈശോയോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു.
അത് കഴിഞ്ഞിട്ട് ഗൈനക്കോളജിസ്റ്റിൻ്റെ അടുത്ത് ചെന്നപ്പോൾ ഗൈനക്കോളജിസ്റ്റ് പറഞ്ഞു ഒന്നും ചെയ്യാം, നമുക്കിപ്പോൾ ഇതിപ്പോൾ പേടിക്കാനൊന്നുമില്ല, ഒരു ഓപ്പറേഷൻ ചെയ്യാനേ ഉള്ളൂ എന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ എൻ്റെ ഈശോയെ ഞാൻ കൈവിട്ടില്ല. രാത്രി മുഴുവൻ എനിക്ക് ഭയങ്കര സങ്കടമുള്ളപ്പോൾ ഞാനൊരു പ്രാർത്ഥന ചെയ്യാറുണ്ട്. രാത്രി മുഴുവനും ഇരുന്ന് പ്രാർത്ഥിക്കും. ഒരു 9:30 ആകുമ്പോൾ തുടങ്ങിയാൽ കാലത്ത് 6 മണി വരെയും പ്രാർത്ഥിക്കും. അങ്ങനെ കണ്ണടയ്ക്കാണ്ട് ഞാൻ ഈശോയെ വിളിച്ച് പ്രാർത്ഥിക്കും. ആ പ്രാർത്ഥനയുടെ സമയത്ത് എപ്പോഴെങ്കിലും ഒരു സമയത്ത് ഈശോ നമ്മളെ വന്ന് തൊടുന്നതായിട്ട് നമുക്ക് അറിയാവുന്ന ഒരു സംഭവമാണ്. ഒരു കാറ്റ് വീശുന്നത്, അത് ഈശോ തന്നെ വന്നതെന്ന് എനിക്കറിയാം. അന്ന് രാത്രി ഫുള്ളും ഞാൻ പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം കൊച്ചിന് സ്കാനായിരുന്നു. സ്കാനിന് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ആദ്യത്തെ ഒരു സ്കാൻ ചെയ്തു. ഞാൻ പുറത്തിരുന്ന് എൻ്റെ ചെവിയിൽ ഇയർഫോൺ വെച്ചിട്ട് അഭിഷേകാഗ്നി കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു. മോള് തിരിച്ചു വന്നു. രണ്ടാമതും സ്കാൻ ചെയ്തു, അവർ മൂന്നാമതും സ്കാൻ ചെയ്തു. 4ാമത്തെ പ്രാവശ്യം സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ സ്കാൻ ചെയ്ത ഡോക്ടർ പറഞ്ഞു ആ മുഴ ആദ്യത്തെ സ്കാനിലുണ്ട്, പക്ഷേ രണ്ടാമത്തെ ഈ ലാസ്റ്റത്തെ സ്കാനിലോ 2ാമത്തെ 3ാമത്തെ സ്കാനിലോ ആ മുഴ അവിടെ കാണാനില്ലെന്ന് പറഞ്ഞു. എനിക്ക് ഈശോ അത്ഭുതം ചെയ്തു. അത് ആദ്യത്തെ സ്കാനിലെ മുഴ ഉണ്ടായിരുന്നു, 2ാമത്തെ 3ാമത്തെ 4ാമത്തെ സ്കാനിങ് നോക്കിയപ്പോൾ ആ മുഴ ഇല്ല, ഒട്ടുമില്ല. എനിക്ക് ഈശോ അപ്പച്ചനോട് എത്ര നന്ദി പറഞ്ഞാലും എനിക്ക് മതിയാവില്ല. ഒരു കുഴപ്പമില്ല, ഇപ്പൊ ഒരു കുഴപ്പമില്ല, ഒരു അവസ്ഥയില്ലാതെ പരിപൂർണമായ. അപ്പോൾ നോക്കി വചനം കേട്ട് ഈശോയുടെ ഇടപെടലിന് വേണ്ടി ഹൃദയം നുറുങ്ങി പ്രാർത്ഥിച്ച്, അതാണ് വചനം പറയണത്, ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്, മന ഉരുകിയവരെ അവിടെ മന ഉരുകിയല്ലേ പ്രാർത്ഥിച്ചേ, മന ഉരുകിയവരെ അവിടെ നിന്ന് രക്ഷിക്കുന്നു. നമ്മളിങ്ങനെ കാറ്റും കൊണ്ട് അരകളും വെള്ളം അങ്ങനെ നിന്ന് ഇരുന്നാൽ അങ്ങനെ കുറേ കാലം പ്രാർത്ഥിക്കേണ്ടി വരും. പക്ഷേ ഈ സഹോദരി ഒറ്റ ദിവസം മന ഉരുകി പ്രാർത്ഥിച്ചു, ഹൃദയം നുറുങ്ങി പ്രാർത്ഥിച്ചു, പ്രത്യക്ഷത്തിൽ റിസൾട്ട് ഉണ്ടായി. ഡോക്ടർ സ്കാൻ ചെയ്തപ്പോൾ ആദ്യത്തെ സ്കാനിങ്ങിൽ ആ ഓവറിലെ മുഴയുണ്ട്, 2ാമത്തെ 3ാമത്തെ 4ാമത്തെ സ്കാനിങ്ങിൽ മുഴയില്ല. ഒരു ചികിത്സയും വേണ്ടി വന്നില്ല, അല്ലേ? ഒരു ചികിത്സയില്ല, ഒരു കുഴപ്പമില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് ആ സഹോദരി ഒരു പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചു എന്നല്ല പറഞ്ഞത്. ആ സഹോദരിക്ക് ജീവിതത്തിൽ ക്രൈസിസ് വരുമ്പോൾ, ഞെരുക്കം വരുമ്പോൾ, വലിയ തരത്തിലുള്ള ബുദ്ധിമുട്ടും പ്രയാസങ്ങളുണ്ടാകുമ്പോൾ ആ സഹോദരി എന്തു ചെയ്യും? ആ സഹോദരി വീട്ടിൽ രാത്രിയിൽ എല്ലാവരും ഉറങ്ങുമ്പോൾ രാത്രി മുഴുവൻ ഒരു 9:30 തൊട്ട് നേരം വെളുക്കുന്നത് വരെ ഒരുപോലെ കണ്ണടയ്ക്കാതെ തീഷ്ണതയോടെ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുകയാണ്. അതുകൊണ്ട് പള്ളിയിൽ പോയില്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ഇരുന്ന് നമുക്ക് ജാഗ്രത പ്രാർത്ഥന ചെയ്യാം. ചിലപ്പോൾ ഒരാൾ ഒറ്റയ്ക്ക് ഉണ്ടാവുള്ളൂ, ഒറ്റയ്ക്ക് ചെയ്താൽ മതി, ആ കുടുംബത്തിൻ്റെ ചരിത്രം മാറും. നമ്മുടെ പ്രശ്നങ്ങളിൽ ദൈവം ഇടപെടുന്ന അത്ഭുതങ്ങൾ കാണാൻ പറ്റും. ജീവിക്കുന്ന ദൈവത്തിൻ്റെ അനുഭവങ്ങൾ നമ്മൾ നിറയും. ജീവിതത്തിന് മനസ്സിന് ബലമുണ്ടാവും. പ്രതികൂലത നേരിടാൻ ദൈവിക ശക്തി വന്ന് നിറയും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളാരും ദുർബലരാകരുത്. പ്രാർത്ഥനയിൽ ബലം കണ്ടെത്തണം. ഈ സഹോദരി ഒറ്റയ്ക്ക് ദൈവത്തെ പ്രാർത്ഥിക്കുകയാണ്. ഒറ്റയ്ക്ക് ധ്യാനകേന്ദ്രത്തിൽ പോകും, പള്ളിയിൽ പോകും, ഇടവകയിൽ പോകും, കുർബാനയ്ക്കും എല്ലാം ചെയ്യും. പക്ഷേ പ്രാർത്ഥനയിൽ ഒറ്റയ്ക്ക് വളരാൻ ദൈവത്തിന് കൃപ പ്രാപിച്ച മകളാണത്. ഇങ്ങനെ ഓരോരുത്തർക്കും പറ്റും. ഇന്ന് നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഈ മകൾ പ്രാർത്ഥിച്ചതുപോലെ, ഈ സഹോദരി പ്രാർത്ഥിച്ചതുപോലെ അനേകായിരക്കണക്കിന് ആളുകൾ പ്രാർത്ഥിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ കൃപ കർത്താവ് നമുക്ക് എല്ലാവർക്കും തരാൻ ഞാനും ദൈവത്തോട് അപേക്ഷിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് തന്നെ ദൈവത്തിൻ്റെ വചനം നമ്മളോട് തന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. വിലാപത്തിൻ്റെ പുസ്തകത്തിൽ 2-ാം അധ്യായം അതിൽ 18ഉം 19ഉം തിരുലിഖിതങ്ങൾ, ബുക്ക് ഓഫ് ലമന്റേഷൻ ചാപ്റ്റർ 2 വേഴ്സസ് 18 and 19. എന്താ അവിടെ വചനം പറഞ്ഞിരിക്കുന്നത്? സിയോൻ പുത്രി, കർത്താവിനോട് ഉറക്കം നിലവിളിക്കുക, രാവും പകലും മഹാപ്രവാഹം പോലെ കണ്ണുനീർ ഒഴുകട്ടെ. നീ വിശ്രമിക്കരുത്, കണ്ണുകൾക്ക് വിശ്രമം നൽകരുത്. രാത്രിയിൽ യാമങ്ങളുടെ ആരംഭത്തിൽ എഴുന്നേറ്റ് ഉറക്ക നിലവിളിക്കുക. കർത്താവിൻ്റെ സന്നിധിയിൽ ജലധാര പോലെ നിൻ്റെ ഹൃദയത്തെ കോരിച്ചൊരിയുക. 4 കവലകളിൽ വിശന്ന് തളർന്ന് വീഴുന്ന നിൻ്റെ മക്കളുടെ ജീവന് വേണ്ടി നീ അവിടുത്തെ സന്നിധിയിലേക്ക് കൈകൾ ഉയർത്തുക. നിൻ്റെ മക്കളുടെ ജീവന് വേണ്ടി നീ അവിടുത്തെ സന്നിധിയിലേക്ക് കൈകൾ ഉയർത്തുക. തിരുസഭ ശുശ്രൂഷ ചെയ്യുന്നവർ ജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇടവകയിലെ നേതൃത്വം വഹിക്കുന്നവർ ഇടവക മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കുടുംബനാഥന്മാരും കുടുംബനാഥകളും രാത്രികാലങ്ങളിൽ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഓരോ സമൂഹത്തിന് നേതൃത്വം കൊടുക്കുന്നവർ ആ സമൂഹത്തിലെ മെമ്പേഴ്സിന് വേണ്ടി പ്രാർത്ഥിക്കണം. ദൈവത്തിൻ്റെ സന്നിധിയിൽ ജലധാര പോലെ നിന്റെ ഹൃദയം കോരിച്ചൊരിയുക, നിൻ്റെ വേദനകൾ കോരിച്ചൊരിയുക, നിൻ്റെ പ്രാർത്ഥനകൾ ദൈവസന്നിധിയിലേക്ക് അർപ്പിക്കുക. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതിന് ദൈവം പ്രതിഫലം നൽകും. രാത്രികാല പ്രാർത്ഥനയ്ക്ക് ദൈവം പ്രത്യേക കൃപകൾ മാറ്റി വെച്ചിട്ടുണ്ട്. യേശു ഈ മാർഗം അവലംബിച്ചിരുന്നു. നമ്മളോടും ഈ മാർഗം അവലംബിക്കാൻ ദൈവവചനം ആവശ്യപ്പെടുകയാണ്. യേശയ്യാ പ്രവചനത്തിലും ഇത് തന്നെ നമ്മൾ കാണുന്നുണ്ട്. യേശയ്യായുടെ പുസ്തകത്തിൽ 62-ാം അധ്യായം 6-7 തിരുലിഖിതങ്ങൾ, ബുക്ക് ഓഫ് ഐസയ ചാപ്റ്റർ 62 വേഴ്സസ് 6 and 7.
അവിടെ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? ജെറുസലേമേ, നിൻ്റെ മതിലുകളിൽ ഞാൻ കാവൽക്കാരെ നിർത്തിയിരിക്കുന്നു. അവർ ഒരിക്കലും രാത്രിയോ പകലോ നിശബ്ദരായിരിക്കുകയില്ല. അവളുടെ ഓർമ്മ കർത്താവിൽ ഉണർത്തുന്നവരെ, അവളുടെ ഓർമ്മ എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ ജനത്തെക്കുറിച്ചുള്ള ഓർമ്മ, കർത്താവിൽ ഉണർത്തുന്നവരെ, മധ്യസ്ഥം പ്രാർത്ഥിക്കുന്നവരെ, കുടുംബനാഥന്മാരെ, കുടുംബനാഥകളെ, അവളുടെ ഓർമ്മ കർത്താവിൽ ഉണർത്തുന്നവരെ, നിങ്ങൾ വിശ്രമിക്കരുത്. ജെറുസലേമിനെ സ്ഥാപിക്കുകയും അവളെ ഭൂമിയിൽ പ്രശംസാപാത്രമാക്കുകയും ചെയ്യുന്നത് വരെ അവിടത്തേക്ക് നിങ്ങൾ വിശ്രമം നൽകുകയും അരുത്. അവിടത്തേക്ക് നിങ്ങൾ വിശ്രമം നൽകരുത്. രാത്രിയും പകലും നിങ്ങൾ അവിരാമം പ്രാർത്ഥിക്കണം. ദൈവത്തിൻ്റെ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. കുടുംബ അംഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കുടുംബത്തിൽ രോഗികളായിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കുടുംബത്തിൽ പഠിക്കാൻ കഴിയാത്ത മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞെരുക്കത്തിൽ ഇരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പാപത്തിൽ വീണവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. മദ്യപാനത്തിലേക്ക് കൂപ്പുകുത്തിയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. സാമ്പത്തികമായി തകർന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ജോലി ഇല്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. വിശ്വാസം നഷ്ടപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. രാത്രികാലങ്ങളിൽ പിതാവിൻ്റെ സന്നിധിയിൽ കരഞ്ഞ് പ്രാർത്ഥിക്കാൻ ദൈവത്തിൻ്റെ ജനത്തിൻ്റെ നേതൃത്വ നിരയെ കർത്താവ് വിളിക്കുകയാണ്. ഉണർവുള്ളവരെ കർത്താവ് വിളിക്കുകയാണ്. നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ, ആ ഷേർലി മറ്റസൺ സഹോദരി, ആ സഹോദരിയോട് വേറെ ആരും പറഞ്ഞില്ല. ഉള്ളിൻ്റെ ഉള്ളിൽ ദൈവത്തിൻ്റെ ആത്മാവ് വിളിച്ചതാണ്. നിൻ്റെ മകൾക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കണം, ദൈവസന്നിധിയിൽ കരഞ്ഞ് പ്രാർത്ഥിക്കണം. ആ സഹോദരി വേറെ ആരെയും വേറെ ആരും ഭാരപ്പെടുത്താൻ നിന്നില്ല. ഒരു 10,000 പേരെ അകമ്പടിയോടെ പ്രാർത്ഥിക്കാമെന്ന് ചിന്തിച്ചില്ല. ഒരു 100 പേരെ വിളിച്ചു കൂട്ടി പ്രാർത്ഥിക്കാം അന്നൊന്നല്ല. ഒരാൾ ഒറ്റയ്ക്കുണ്ടെങ്കിൽ ഒരാൾ ഒറ്റയ്ക്ക് മതി. ഞാൻ ഒറ്റയ്ക്ക് പ്രാർത്ഥിച്ചാൽ മതി, എൻ്റെ ദൈവം കേൾക്കും, എൻ്റെ ദൈവം ഇടപെടും. നല്ല ധൈര്യത്തോടും ഉറച്ച ശരണത്തോടും കൂടെ ആ മകൾ പിതാവിൻ്റെ സന്നിധിയിലേക്ക് വന്നു. രാത്രി മുഴുവനും ഇരുന്നു. ഒരുപോലെ കണ്ണടയ്ക്കാതെ ദൈവത്തെ വിളിച്ചു. ചിലപ്പോൾ ക്ഷീണം ഉണ്ടാവും. ക്ഷീണം ഉണ്ടെങ്കിൽ പോലും അത് കർത്താവ് അംഗീകരിക്കും. കർത്താവിനത് കുഴപ്പമില്ല, നമ്മൾ ഇരിക്കണം, പരിശ്രമിക്കണം. അതാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ 18-ാം അധ്യായത്തിൽ 7-ാമത്തെ തിരുലിഖിതത്തിൽ ഈശോ മിശിഹ തന്നെ ഈ കാര്യം ദൈവമക്കളെ പഠിപ്പിക്കുന്നുണ്ട്. സെന്റ് ലൂക്ക് ചാപ്റ്റർ 18:7 അവിടെ ഇങ്ങനെയാണ് പഠിപ്പിക്കുന്നത്: അങ്ങനെയെങ്കിൽ രാവും പകലും തന്നെ വിളിച്ച് കരയുന്ന തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ദൈവം നീതി നടത്തി കൊടുക്കുകയില്ലേ? ദൈവം നീതി നടത്തി കൊടുക്കുകയില്ലേ? അവിടുന്ന് അതിന് കാലവിളംബം വരുത്തുമോ? തുടർന്ന് ലൂക്കായുടെ സുവിശേഷം 18-ാമത്തെ വാക്യം അവിടെ ഈശോ തന്നെ അതിന് മറുപടി കൊടുക്കുകയാണ്. ഞാൻ നിങ്ങളോട് പറയുന്നു, അവർക്ക് വേഗം നീതി നടത്തി കൊടുക്കുക തന്നെ ചെയ്യും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അവർക്ക് വേഗം നീതി നടത്തി കൊടുക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് കർത്താവ് ഓരോ മകനെയും മകളെ വിളിക്കുകയാണ്. നീ തളർന്നിരിക്കുകയാണോ? നിന്റെ കുടുംബം പ്രതിസന്ധിയിൽ കടന്നു പോകുന്ന സമയമാണോ? ദൈവമായ കർത്താവിൻ്റെ സന്നിധിയിൽ രാത്രി മുഴുവനും ഇരുന്ന് ഒരുപോലെ കണ്ണടയ്ക്കാതെ, ഒരുപക്ഷെ ക്ഷീണമുണ്ടെങ്കിൽ ഇച്ചിരി ഉറങ്ങിപ്പോയാലും അതിൽ നിങ്ങൾ ചപങ്കപ്പെടരുത്. പരിശ്രമിക്കുക. പ്രാർത്ഥിക്കാൻ മാറ്റിവെക്കുമോ രാത്രികാലങ്ങൾ? ഇടയ്ക്കിടയ്ക്ക് രാത്രികാലങ്ങളിൽ ഭവനത്തിൽ ഇരുന്ന് ദൈവത്തെ വിളിച്ചപേക്ഷിക്കുമോ കുടുംബത്തിന് വേണ്ടി? ദൈവത്തിൻ്റെ ഒരു അത്ഭുതം കാണാൻ ദൈവം നിങ്ങൾക്കിട വരുത്തുക തന്നെ ചെയ്യും. ഇത് ദൈവവചനത്തിൽ ഒട്ടനവധി പാസേജുകളിൽ ദൈവം വെളിപ്പെടുത്തിയൊരു കാര്യമാണ്. ഈ സമയം പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ച് നമുക്ക് ആരാധനാ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബഹുമാനപ്പെട്ട സാംസൺ അച്ഛനും ഇവിടെയുള്ള എല്ലാ ടീം അംഗങ്ങളും ഇപ്പം നിങ്ങൾക്ക് ഓരോരുത്തരും കൂടി പ്രാർത്ഥിക്കുകയാണ്. ബഹുമാനപ്പെട്ട ബിനോയ് അച്ഛനും ആത്മീയമായി കൂട്ടായ്മയിലുണ്ട്. ഇതിനുവേണ്ടി പ്രാർത്ഥിക്കുന്ന ബെനിറ്റ സിസ്റ്റർ, മറ്റെല്ലാ സിസ്റ്റേഴ്സ്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വലിയൊരു കൂട്ടായ്മയിൽ ഈ ആരാധന നമ്മൾ പങ്കുചേരുകയാണ്. ഇന്ന് ഈ സമയം ദൈവത്തോട് അപേക്ഷിക്കുകയാണ്. ദൈവമേ, രാത്രികാലങ്ങളിൽ കുടുംബത്തിന് വേണ്ടി ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാൻ പരിശുദ്ധാത്മാവിനെ അയച്ച് ഉണർവിൻ്റെ കൃപ ഞങ്ങൾക്ക് തരണമേ. കർത്താവേ, സഭയ്ക്ക് വേണ്ടിയും സഭയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി രാത്രികാലങ്ങളിൽ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാൻ ഉണർവിൻ്റെ കൃപ ഞങ്ങൾക്ക് തരണമേ. ദൈവമേ, രോഗികൾക്കും തകർന്നവർക്കും ആത്മാ നഷ്ടതയിരിക്കുന്നവർക്കും വേണ്ടി, ആത്മാവ് നിത്യജീവനെന്ന് വീണുപോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഉണർവിൻ്റെ കൃപ ഞങ്ങൾക്ക് തരണമേ. എല്ലാ ദൈവമക്കളും മുട്ടുകുത്തി നിൽക്കുക. ഉറക്കെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആരാധന, 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 യേശുവേ, ആരാധന, 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 ആരാധന. അന്ധകാര പീഡയിരിക്കുന്നവർ, പാപത്തിന്റെ അനുബന്ധങ്ങളിരിക്കുന്നവർ, കടകദോഷങ്ങളിലേക്ക് വീണുപോയവർ, ആത്മനാശത്തിൽ നിബന്ധിച്ചവർ, ഉപസാരവും വിശ്വാസവും നഷ്ടപ്പെട്ടവര്, ദൈവിക കാര്യങ്ങളിൽ അകന്നു പോയവർ, വചനം വായിക്കാൻ പറ്റാത്തവര്, ഒട്ടും പ്രാർത്ഥിക്കാൻ പറ്റാത്തവര്, സകല മക്കളും പ്രാർത്ഥിക്കുക. ഈ സമയം ഈശോയുടെ നാമം വിളിക്കുകയാണ്.
കർത്താവേ. ഈശോയെ കൃപ തൂകണമേ, ഈശോയെ അഭിഷേകം ചൊരിയണമേ. രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിക്കുക. എത്ര ഉച്ചത്തിൽ യേശുവിനെ വിളിക്കാമോ അത്രയും ഉച്ചത്തിൽ ഒരുമിച്ച് ഉറക്കെ വിളിക്കുന്നു. കൃപ